8ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം അവസാനിച്ചു. എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. ഇനി 8ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം പറയാനുള്ളത്. വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. 8ാം ക്ലാസ്സിലെ എക്സാം ഏതൊക്കെ എക്സാം ആയിരുന്നു ഈസി, ഏതൊക്കെ എക്സാം ആയിരുന്നു മീഡിയം, ഏതൊക്കെ എക്സാം ആയിരുന്നു ടഫ് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മക്കളെ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ ചെയ്ത ചില മിസ്റ്റേക്കുകൾ ഞാൻ ആദ്യം പറയാം അല്ലേ. ഇത് മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഒന്ന്, 8ാം ക്ലാസ്സിൽ ഇക്കൊല്ലം പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. നിങ്ങളോട് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് പുതിയതാണ്. ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ചാപ്റ്ററിലെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ഏത് കോൺസെപ്റ്റ് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. തുടക്കം മുതൽ പഠിച്ചോ, തുടക്കം മുതൽ പണിയെടുത്തോ, തുടക്കം മുതൽ പഠിച്ചു തുടങ്ങിക്കോ എന്ന് നമ്മൾ ഓരോരുത്തരും, ഞാൻ അടക്കമുള്ള ടീച്ചേഴ്സൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും പലരും എല്ലാം എക്സാമിന് തലേന്നത്തേക്ക് മാറ്റി വെച്ചു. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സോഷ്യൽ സയൻസ് എക്സാം. ഏകദേശം 5 ദിവസത്തിലധികം നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എക്സാം പഠിക്കാൻ സമയമുണ്ടായിരുന്നു. എന്നിട്ടും എക്സാമിൻ്റെ തലേന്നാണ് പല കുട്ടികളും ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കിയത്. അതുകൊണ്ട് തന്നെ പലർക്കും എക്സാം ടഫായിരുന്നു, വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ മക്കളെ, ഒരു വിഷയം ടഫ് ആകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് 8ാം ക്ലാസ്സിൽ പല തവണ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ പല വിഷയങ്ങളും ടഫായി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പഠിക്കാതിരുന്നാൽ എക്സാമിന് തലേന്നത്തെ ലൈവ് കണ്ടാലൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഫുൾ A+, ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു വിഷയത്തിൽ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടക്കം മുതലേ പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. തുടക്കം മുതലേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു ബെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് 8ാം ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലായല്ലോ. നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ചില മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് ഈ വിഷയങ്ങളൊക്കെ എത്ര മാർക്കിലേക്ക് മാറാടാ? 80 മാർക്കിൻ്റെ വിഷയങ്ങളായിട്ട് മാറാണ്. സോഷ്യൽ സയൻസ് തന്നെ സോഷ്യൽ സയൻസ് 1 ആൻഡ് സോഷ്യൽ സയൻസ് 2 എന്നിങ്ങനെ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. 2 ടെക്സ്റ്റ് ബുക്കിലുമായിട്ട് 16 പാഠങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 24 മാർക്ക് അഥവാ 24 മാർക്ക് നിങ്ങൾ റിട്ടൺ എക്സാമിൽ എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ബേസിക് സയൻസിൻ്റെ 3 വിഷയങ്ങളുണ്ടല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അത് ഓരോന്നും 40 മാർക്കിൻ്റെ വിഷയമായിട്ട് മാറുകയാണ്. അതിൽ നിങ്ങൾ 12 മാർക്ക് നേടിയെടുത്താലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്ക് നേടുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ പോരാ, എക്സാമിന് തലേന്ന് മാത്രം പഠിക്കുക അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ഫുള്ള് പഠിക്കാതിരിക്കുക, അതൊന്നും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നുള്ള. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഡെയിലി വായിക്കുക അല്ലെങ്കിൽ ഡെയിലി പഠിക്കുക. അല്ലെ, ഡെയിലി 5 മണിക്കൂർ നിങ്ങൾ ഡെയിലി പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ഡെയിലി 2 to 3 hours 2-3 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ 2 to 3 hours അഥവാ 2-3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യാടാ, പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡെയിലി പഠിക്കണം, അതേപോലെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ഈ രീതിയിൽ നിങ്ങൾ മടി ഒഴിവാക്കിയിട്ട് ഡീവിയേഷൻസിനോട് നോ പറഞ്ഞ് ഒരു 8 hours നിങ്ങൾ പഠിക്കാൻ ഉറങ്ങിയിട്ട് ബാക്കി സമയത്ത് ഒരു 2 to 3 hours പഠിക്കാൻ തയ്യാറാണോ എന്ന് വെച്ചിട്ട് നാളെ മുതൽ പഠിച്ചുറങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെക്കേഷൻ ഒന്ന് കുറച്ചൊന്ന് എൻജോയ് ചെയ്തോ. എന്നിട്ട് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ മിസ്റ്റേക്ക് ഒക്കെ ഒഴിവാക്കിയിട്ട് 9ാം ക്ലാസ് അടിപൊളിയായി പഠിക്കാൻ ആഗ്രഹമുണ്ട്. 9ാം ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നേടാൻ ആഗ്രഹമുണ്ട്. 9ാം ക്ലാസ് സൂപ്പറാക്കാൻ ആഗ്രഹമുണ്ട്. 8ാം ക്ലാസ്സിൽ എൻ്റെ മിസ്റ്റേക്കൊക്കെ തിരുത്തിക്കൊണ്ട് 9ാം ക്ലാസ് ഉഷാറാക്കി പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. എനിക്ക് 9ാം ക്ലാസ് ഉഷാറാക്കി പഠിക്കണം. മെസ്സേജ് അയക്കാനായിട്ട് വേണ്ടത് nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, 9ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന മെസ്സേജ് നിങ്ങൾ അയക്കുന്നു. ആ മെസ്സേജ് നിങ്ങൾ അയച്ചാൽ ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടണോ വേണ്ടതെന്ന് തീരുമാനിക്കും നിങ്ങളാണ്. നിങ്ങൾ പഠിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. എക്സാമിൻ്റെ തലേന്ന് എക്സാമിന് 2 ദിവസം മുന്നേ ഒന്നും പഠിച്ചാൽ പോരാ. നിങ്ങൾ ഡീവിയേഷൻസിനോട് പറഞ്ഞ് ഡെയിലി ഒരു 2 to 3 hours 2 മണിക്കൂർ അത്രയും സമയം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. എന്നാലേ നിങ്ങൾക്ക് മികച്ച മാർക്ക് കിട്ടുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മക്കളെ നിങ്ങൾ കഷ്ടപ്പെടും, ഇല്ലെങ്കിൽ മക്കളെ നിങ്ങൾ ബുദ്ധിമുട്ടും, ഇല്ലെങ്കിൽ മക്കൾ നിങ്ങൾക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും 9ാം ക്ലാസ്സിൽ. സോ ഈ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ ഒരു 7.5 hours അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറക്കത്തിനായിട്ട് മാറ്റി വെച്ച് ഡെയിലി 2 to 3 hours പഠിക്കുക. പഠിക്കുന്ന സമയത്ത് ഡീവിയേഷൻസിനോടൊക്കെ നോ പറയുക. നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, 9ാം ക്ലാസ് സെറ്റാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. എന്താ മെസ്സേജ് അയക്കേണ്ടത്, എനിക്ക് 9ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.